ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ട എൻ്റെ കയ്യിലിരിക്കുന്നതിനാണ് മുരിങ്ങക്കോല. നമ്മുടെ മുരിങ്ങയില ഇക്കൊല്ലം ആദ്യം ഉണ്ടായ മുരിങ്ങക്കോല. ഇതിൽ നിന്ന് നമുക്ക് കറിയാക്കാം. മുരിങ്ങക്കോല കഴുകിയെടുത്തു. ഒരു ചെറിയ കാരറ്റും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ, അത് ഇച്ചിരി പഴുത്ത് പോയായിരുന്നു, പച്ചമാങ്ങ. അത് മതി. മുരിങ്ങക്കോല അധികം പുളി വേണ്ടല്ലോ, അപ്പോൾ അതും ചേർത്തു. ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് വേവിക്കാം. ഞാൻ പറഞ്ഞതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. ഞാൻ വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. കുറച്ച് സബോള ചേർത്തു. പാകത്തിന് ഉപ്പ് ഇട്ടു. മൂടി വെച്ച് തീയും കത്തിച്ചു. നമ്മുടെ കറി എന്തായെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങക്കോലൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പുണ്ട്. നമ്മൾ പച്ചമുളക് കീറിയിട്ടില്ലായിരുന്നു, എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി മുളക് അരയ്ക്കാം. അപ്പം അതുകൊണ്ട് തന്നെ 2-3 മുളക് കൂടുതൽ അരച്ചേക്കാം. മുളക്, ഉള്ളി, തേങ്ങ, മഞ്ഞൾ, അപ്പം നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മഞ്ഞളും ഉള്ളി മുളകും തേങ്ങയും മാത്രമേ ഉള്ളൂ. ഇതാണ്, കണ്ടോ, മുളക് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഉള്ളിയും മുളകും മഞ്ഞളും തേങ്ങ മാത്രം ഞാൻ അരച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കടുക് പൊട്ടിക്കണം. 1-2 ഉലുവ വെട്ടിയും ചേർക്കാം. നമുക്ക് പാകത്തിന് വെള്ളം ചേർക്കാം. തിളക്കുന്നതിന് പറ്റി വന്നുള്ളൂ അല്ലേ. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ട്. നമുക്കിനി കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഉലുവ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഈ എണ്ണ വാങ്ങിച്ചപ്പോൾ തൊട്ട് അത് കൊണ്ട് കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുകഞ്ഞു വരിക. വെളിച്ചെണ്ണയൊക്കെയാണ് കാര്യം. ഉള്ളി മൂത്ത് വരുന്നുണ്ട്. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും ഇടാം. നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട സാധനങ്ങളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിക്കകത്തേക്ക് ഒഴിക്കാം.
കണ്ടോ നമ്മുടെ കറി നല്ല കണ്ടാൽ തന്നെ നല്ല സൂപ്പർ കറിയായി അല്ലേ. അപ്പോൾ എല്ലാവരും ചക്കക്കുരു ഇല്ലെങ്കിലും മുരിങ്ങക്കോലും മാങ്ങയും കൂടെ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച് നല്ല സൂപ്പറായ കറി കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും കറി കണ്ടില്ലേ, കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നാളെ 5 മണിക്ക് വരാം. അതുവരെ ബൈ.